ഇന്നത്തെ തിരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിച്ച ലോഹഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതല്ലെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നാവികസേന സ്പോട്ട് ചെയ്ത സ്ഥലത്ത് മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുന്നുമുണ്ട്. AK അഭിലാഷ് ദീപക് മലയമ്മയും നൽകും വിവരങ്ങൾ. ആദ്യം AK അഭിലാഷിലേക്ക്. അഭിലാഷ്, ഒരു ഏകോപനമില്ലായ്മ, തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിരുന്ന ആ ഏകോപനമില്ലായ്മ തന്നെയാണ് വലിയ തർക്കത്തിലേക്ക് വഴിവെച്ചതും. ഇന്നിപ്പോൾ വൈകിട്ട് വരെ, ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം വരെ തിരച്ചിൽ നടത്തിയിരുന്ന ഈശ്വർ മാൽപ്പ ഏതാണ്ട് പിണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡ്രഡ്ജിംഗ് തുടരും, തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇത് തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഏകോപനമില്ല, അതോടൊപ്പം തന്നെ ലക്ഷ്യബോധവും ഇല്ലാതെ, ഇത് രണ്ടുമില്ലാതെയാണ് ഇന്നത്തെ തെരച്ചിൽ. അതായത് കഴിഞ്ഞ 2 ദിവസത്തെ തിരച്ചിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. ഇതിലേക ആശ്രയം എന്ന് പറയുന്നത്, ഇതിനൊരു ഫലമുണ്ടാക്കിയത് എന്ന് പറയുന്നത് ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇന്നലെയും ലോഹഭാഗങ്ങൾ കണ്ടെത്തുകയും ഇന്നും ചില ഭാഗങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്തത് ഈശ്വർ മാൽപ്പയുടെ നേരത്തിൽ നടത്തിയ തെരച്ചിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പയെ ഇവിടേക്ക് എത്തിയതോടുകൂടി തന്നെ അദ്ദേഹത്തെ ഈ കോൺടാക്ട് പോയിന്റ് 1ഉം 2ഉം, അതാണ് നാവികസേന കണ്ടെത്തിയ പ്രത്യേക സ്പോട്ടിലേക്ക് തെരച്ചിൽ നടത്തേണ്ട എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈശ്വർ മാൽപ്പയെ താഴോട്ട് മാറിക്കൊണ്ടുള്ള തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലാണ് ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത്, ഈ സ്കൂട്ടർ അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഏതായാലും ഈശ്വർ മാൽപ്പെ ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജില്ലാ ഭരണകൂടത്തിന് വലിയ തരത്തിലുള്ള അതിർത്തിയാണ് ഉണ്ടാക്കിയതെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ, അതായത് ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഇതിൽ ഇറ്റാച്ചിയുടെ ഇതിൻ്റെ കൈകൾക്കുള്ള നീളക്കുറവ്, അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൽ, അതായത് 15 അടിയിലേറെ താഴ്ചയിലുള്ള ആ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യം, അതൊക്കെ ഈശ്വർ മാൽപ്പെ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ടിവിയോട് പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള നീക്കം ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്തും ഉണ്ടായത്. പ്രത്യേകിച്ചും ജില്ലാ ഭരണകൂടം അടക്കം സർക്കാർ അടക്കം പ്രതിരോധത്തിൽ പോകുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഘട്ടത്തിൽ ഇത് അവസാനിപ്പിച്ചു പോയ ഒരു ദൗത്യമാണ്. പക്ഷേ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കൃത്യമായി ഇടപെട്ടതിനെ തുടർന്നാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ച് ഈ തെരച്ചിൽ പ്രാരംഭിക്കാൻ കഴിഞ്ഞത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ച് ഈ ദൗത്യത്തിലേക്ക് കടക്കുമ്പോൾ പോലും, അപ്പോൾ പോലും ഒരു തരത്തിലുള്ള ഏകോപനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത് ഇത്രയും ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇങ്ങനെ ഒരു ലക്ഷ്യബോധവുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈശ്വർ മാൽപ്പയുടെ വാക്കുകളിലൂടെ തന്നെ ഈ ലോകം തന്നെ റിപ്പോർട്ട് ടിവിയിലൂടെയും മറ്റും ചാനലുകളുടെയും ഒക്കെ പുറത്തറിയുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ജില്ലാ ഭരണകൂടത്തെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ഈശ്വർ മാൽപ്പയോട് ഹീറോ കളിക്കരുത് എന്നടക്കമുള്ള ചില കാര്യങ്ങൾ വന്നത്. അതോടുകൂടിയാണ് ഈശ്വർ മാൽപ്പ മടുത്തുകൊണ്ടാണ് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ താൻ എത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചല്ല. അതോടൊപ്പം തന്നെ ഈ അർജുൻ്റെ മാതാവിന് ഞാൻ ഒരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടി കൂടിയാണ് താൻ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം ഈശ്വർ മാൽപ്പെ റിപ്പോർട്ട് ടിവിയോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് ടിവിയാണ് ഈ വാർത്ത ആദ്യമായി പുറത്തു വിടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിനുശേഷം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ കാർവാർ MLA എന്നിവരടക്കം ഉടൻ തന്നെ ഈ മേഖലയിലേക്ക് എത്തുകയും ഈശ്വർ മാൽപ്പയുടെ ഈ പ്രതികരണങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈശ്വർ മാൽപ്പെ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പെ ഇത്തരത്തിൽ സുരക്ഷാ കാര്യങ്ങളൊന്നും ഉറപ്പുവരുത്താതെയാണ് തെരച്ചിൽ നടത്തുന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജർ യൂണിറ്റിൻ്റെ ഒപ്പം തന്നെ 4ഓളം ഈ മുങ്ങൽ വിദഗ്ധരുണ്ട്. അവരുടെ സേവനം ലഭ്യമാണ് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് ഈശ്വർ മാൽപ്പയെ നിലനിർത്താനുള്ള ശ്രമങ്ങളൊന്നും ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഈ ഭാഗത്ത്, അതായത് സ്പോട്ട് 1, 2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്പോട്ട് 1ലേക്ക് എത്തുന്നു എന്നുള്ള വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഉള്ളത്. അതായത് അർജുൻ്റെ ബന്ധുക്കളടക്കം നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയായിരുന്നു. സ്പോട്ട് 1ലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കണം, ആ മേഖലയിലാണ് അർജുൻ്റെ ട്രക്ക് ഉള്ളത് എന്ന് നാവികസേനയുടെ പരിശോധനയിൽ നിന്നൊക്കെ ആ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയത്. ആ മേഖലയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്ത്, ഒരു അപേക്ഷ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ ആ മേഖലയിലേക്കുള്ള തെരച്ചിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. അതും ഇപ്പോൾ നമുക്ക് പുഴയിൽ കാണാം MLA അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ SDRFിൻ്റെ സംഘങ്ങളൊക്കെ ഈ പുഴയിലൊക്കെ റോന്ത് ചുറ്റിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ഒരു ഏകോപനമില്ലായ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറെ കൂടി അതൊരു ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നാളെ ഇന്ദ്രപാലിനടക്കമുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യും. കാരണം ഈ ദിശാബോധമില്ലാതെയുള്ള തെരച്ചിലായിരുന്നു ഇത് എന്നുള്ളതിന് ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇന്ദ്രപാലിനെ നാളേക്ക് ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്നുള്ളതാണ്. കാരണം
ഇവിടെ ഈ ഇന്ദ്രപാലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ സ്പോട്ട് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ദ്രപാലിനെ എത്തിക്കാൻ ഒരു പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ മറികടക്കാൻ കൂടി ഇന്ദ്രപാലിനെ എത്തിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് കൂടി ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം കാണുന്നുണ്ടാവാം.